യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2 ആഴ്ചയായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിട്ടിട്ട് ഗൾഫ് ലൈഫ് ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. ചാറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഞാൻ ഈ മസ്കറ്റിൽ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണല്ലോ. അപ്പോൾ ബംഗാളി മുക്കിലാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ നിറച്ച് ബംഗാളികളുടെ കൂരകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സുനാമി വന്നു. അവിടെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് അവിടെ സുനാമി വന്നപ്പോൾ ഞാനൊരു കൂട്ടുകാരി മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലാറ്റിൽ, വേറെ ആരുമില്ല. രാത്രിയാണ്. സുനാമി വന്നപ്പോഴേ ഈ ബംഗാളികളൊക്കെ നെല്ലോളിയും തിക്കും തിരക്കും, വെള്ളം കിടന്നാലും വശം ഒഴുകുക, ബംഗാളികൾ താമസിക്കുന്ന കൂരകൾ ഒഴുകി പോവുക, വീടുകൾ ഒഴുകി പോവുക, കടകൾ ഒഴുകി പോവുക, ജനങ്ങൾ ഒഴുകി പോവുക, കാറുകൾ ഒഴുകി പോവുക. പേടിച്ച് വിറച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കട്ട. എങ്ങനെയോ നേരം വെളുത്ത് ഭയങ്കരമായി കാറ്റ്, ഭയങ്കര കാറ്റ്. അപ്പം ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ജനങ്ങൾ നിലവിളിക്കുന്നു, തിക്കും തിരക്കും ബഹളെല്ലാം കാണുന്നു. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെയായിരുന്നു നോക്കുമ്പോൾ. പിറ്റേ ദിവസം നേരം വെളിച്ചമായപ്പോൾ ഞങ്ങളവിടെ അടുത്തൊരു വാദിയുണ്ട്. ആ വാദിയിലേക്ക് ഞങ്ങളൊന്ന് കാണാൻ പോയി. ജനങ്ങൾ ഇഷ്ടംപോലെ കാണാൻ നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പോയി കാണുമ്പോഴേ ജനങ്ങൾ, മലയാളികളും അറബികളെല്ലാവരും ഒഴുകിപ്പോയിട്ട് വീടുകൾ, ഫ്രിഡ്ജ്, കടയിലുള്ള സാധനങ്ങൾ, കട മൊത്തം അങ്ങനെ ഒഴുകി വാതി കൂടെ പോയിട്ട് എന്തോരം ജനങ്ങളാണ് മരിച്ചു കിടക്കണ്. കാറിലിരുന്ന കാറടക്കം ഒഴുകി പോയിട്ട് അങ്ങനെ ഭയങ്കരമായൊരു സംഭവം മസ്കറ്റിലുണ്ടായി. എന്നിട്ട് ഞങ്ങൾക്കാണെങ്കിൽ വെള്ളം കുടിക്കാൻ കിട്ടാനില്ല, കറണ്ട് ഇല്ല. എന്തോ ഭാഗ്യത്തിന് തലേദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി അരി സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവച്ചു. പിറ്റേ ദിവസമാണ് ഇത് സംഭവം. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടാനില്ല. ഒരു പള്ളിയിൽ പോയിട്ട് ഓരോ ഇത്തിരീശ വെള്ളം എടുത്ത് കൊണ്ടുവരും. പള്ളിയിലേക്ക് കുറേ പോകണം. അവിടെ പോയിട്ടാണ് വെള്ളം കൊണ്ടുവരണതും വെക്കണ കുടിക്കണ ഇരിക്കണ. കറണ്ടും ഇല്ല, ഫോണും ഇല്ല, ഒന്നുമില്ല, റേഞ്ചും ഇല്ല. ജനങ്ങൾ മലയിൽ അവിടെ കൂടെയൊക്കെ നിന്ന് നിലവിളിക്കുക. ഒരുപാട് മലയാളികളും അറബികളും പല രാജ്യക്കാരും ഒരുപാട് മരിച്ചുപോയി. പാർക്കിലൊക്കെ അങ്ങോട്ട് ശവം ഒഴുകി ചെന്നിട്ടേ അങ്ങനെ ഭയങ്കരമായൊരു കഷ്ടം ഒരു കൊല്ലം ഉണ്ടായി. അതിലെല്ലാം ഞങ്ങൾ സങ്കടങ്ങൾ തീർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു കൂടിയിട്ടാണ്. അതങ്ങനെ ഇരിക്കണ സമയത്ത് അത് 1-2 ആഴ്ച വെള്ളം കൊണ്ടുവരും, ലാറിയിൽ വെള്ളം കൊണ്ടുവരും. അതുകൊണ്ടുതന്നെ എത്തി കിട്ടുമ്പോഴേക്കും എല്ലാവർക്കും അത് കഴിയും. ഭക്ഷണം കിട്ടാൻ മാർഗമില്ലാണ്ട് ഇങ്ങനെ ഇവിടുന്നോ വണ്ടിയിൽ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്ന് ബംഗാളികൾക്കൊക്കെ കൊടുക്കും. ഞങ്ങൾക്ക് പിന്നെ അരിയുള്ള കാരണം ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കും. ഇതെല്ലാം ഞങ്ങൾ ഫ്ലാറ്റിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതങ്ങനെ പിന്നെ കള്ളന്മാരുടെ ശല്യം ഭയങ്കരമായ ശല്യമായി. പണ്ട് പാകിസ്ഥാനികൾ വന്ന് അവിടുത്തെ പൗരത്വം നേടിയിട്ട് അവർ ഒമാനികളെ പോലെ തന്നെ അറബികളെ പോലെ രസമാക്കിയിട്ട് അവർ കള്ളന്മാർ നമ്മൾ സ്വർണ്ണം ഇട്ടിട്ട് പോണ് കണ്ട പിന്നാലെ കൂടുക. പിന്നാലെ വന്ന് നമ്മൾ ഫ്ലാറ്റിൽ കതക് തുറന്ന് കയറുമ്പോൾ പിന്നാലെ ഇവരെ കയറുക, കതക് അടയ്ക്കുക, തല്ലുന്ന് പറയുക, കൊല്ലുന്ന് പറയുക, മിണ്ടരുതെന്ന് പറയുക. അങ്ങനെ ഭയങ്കരമായ സ്ഥലമായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ താമസിച്ച് പോകുന്നത്. ഇനി അടുത്ത വീഡിയോയ്ക്ക് പറയാം കേട്ടോ. നമസ്കാരമുണ്ട്. ഇനി അടുത്ത വീഡിയോയ്ക്ക് പറയാം കേട്ടോ. ഓക്കെ. വലൈക്കും അസ്സലാം.